ശശി തരൂരിനെ മുൻനിർത്തി കളിക്കാനുള്ള ശ്രമങ്ങളൊക്കെ കോൺഗ്രസ് നടത്തുന്നുണ്ട്. പക്ഷെ ശശി തരൂർ ഇപ്പോഴും പറയുന്നത് ബി.ജെ.പിയുടെ കാര്യങ്ങൾ പൊഴുത്തി പറയുന്നു. കോൺഗ്രസ് പറയുന്നുണ്ട് ഒന്ന് ഇറങ്ങിപ്പോടെ, ഞങ്ങൾ ഇറക്കി വിട്ടെന്ന് പറഞ്ഞാൽ ഇമേജ് കൂടും, അതുകൊണ്ട് ഞങ്ങൾ ഇറക്കി വിടുന്നില്ല, നീയായിട്ടൊന്ന് ഇറങ്ങിപ്പോ. എന്നാലും തരൂർ പോകുന്നില്ല. ഇപ്പോ കോഴിക്കോട് എം.പി എം.കെ. രാഘവൻ പറഞ്ഞിരിക്കുന്നത് തരൂർ മുഖ്യമന്ത്രിയാകട്ടെ, ഒരു മാറ്റമൊക്കെ വരട്ടെ, തരൂർ മുഖ്യമന്ത്രിയാകുന്നതാണ് ഏറ്റവും നല്ല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തരൂറാണെന്നാണ് പറയുന്നത്. ഈ തരൂർ ബി.ജെ.പിയിലേക്ക് പോകുന്നുമില്ല, എന്നാലൊട്ട് ബി.ജെ.പിയെ പൊഴുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രാഘവൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? ബി.ജെ.പി വഴി കോൺഗ്രസിലേക്ക് എന്നുള്ളതാണ്, അതോ ഇവിടെ നിന്നുകൊണ്ട് ബി.ജെ.പിയെ പൊഴുത്തി കോൺഗ്രസിന് വിജയം? എന്താണ് ഇതുകൊണ്ട് രാഘവന്റെ ഒരു ഉദ്ദേശം? ഇല്ല, ഇതിനകത്ത് ശശി തരൂർ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ശശി തരൂര് വളരെ കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ കോൺഗ്രസ്സാണ്, അപ്പം ഞാൻ കോൺഗ്രസ്സാണ്, ആ കോൺഗ്രസ്സിലേ നിൽക്കത്തുള്ളൂ, കോൺഗ്രസ്സിനകത്തുനിന്ന് വിട്ടുപോകുന്ന ഒരു പരിപാടിയില്ല. എന്നാൽ ഈ പറയുന്നത് പോലെ ബി.ജെ.പി ചെയ്യുന്നതെല്ലാം ശരിയാണ്, അല്ലെങ്കിൽ നരേന്ദ്രമോദി ചെയ്യുന്നതെല്ലാം ശരിയാണ്. ഏറ്റവും അവസാനവും ഇപ്പം ഇവിടുത്തെ ഇലക്ഷൻ മുറുകിയപ്പോൾ ഇവിടെ ഇലക്ഷൻ്റെ സംബന്ധമായിട്ട് ക്യാമ്പ് വയനാട്ടിൽ നടന്നില്ലേ? കെ.സി. വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ വന്നപ്പോൾ ശശി തരൂരോട് ഉണ്ടായിരുന്നല്ലോ, അവിടെ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ കെ.സി. വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ശശി തരൂരിൻ്റെ അനിവാര്യതയെക്കുറിച്ച് സംസാരിച്ചു കോൺഗ്രസിനകത്ത് ഇത്രയും പോലും. അതിനുശേഷം അദ്ദേഹം പറഞ്ഞതുപോലെ മാവോയിസ്റ്റ് വേട്ടയ്ക്കകത്ത് ഞങ്ങൾക്ക് സാധിക്കാത്തത് മോദിക്ക് സാധിച്ചു, മോദിയുടെ വികസനമാണെന്ന് പറഞ്ഞാൽ മോദിയെ പുകഴ്ത്തി. അപ്പം കോൺഗ്രസിൻ്റെ ഒരു കുഴപ്പം സാർ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, കോൺഗ്രസിന് ഇദ്ദേഹത്തെ പുറത്താക്കാൻ പറ്റത്തില്ല. കാരണം ഇദ്ദേഹം ഇന്ത്യയിലെ ഫിഗറല്ല, ദേശീയ ഫിഗറാണ്. എന്തിന് കോൺഗ്രസ് ശശി തരൂരിനെ പുറത്താക്കി എന്ന് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ചോദിച്ചാൽ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യം എന്ന് പറയുക, ശശി തരൂർ എന്താണ് പറഞ്ഞത്? സിന്ദൂർ വിഷയത്തിൽ ശശി തരൂർ അഭിപ്രായം പറഞ്ഞല്ലോ. സിന്ദൂർ വിഷയത്തിനകത്ത് നമ്മൾ ഇന്ത്യ ശത്രുരാജ്യത്തോട് ചെയ്യേണ്ട കാര്യം ചെയ്തതിനകത്ത് ഇന്ത്യയെ പുഴുത്തുക ചെയ്യുന്നത്. അത് ഈ ഇന്ത്യയിലല്ലാതെ വേറെ ലോകത്തുള്ള പ്രതിപക്ഷമെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അതാ. ആ ഇന്ത്യക്കകത്ത് ഇന്ത്യയുടേതായിട്ടൊരു വിഷയം വരുമ്പോൾ ഈ പറയുന്നത് പോലെ ഇന്ത്യ ഇഴുത്തുക അല്ലേ എന്ന് പുഴുത്തുക. ആ സ്ഥാനത്ത് പ്രതിപക്ഷ നേതാവായിട്ടും കോൺഗ്രസ് നേതാവായിട്ടും ഇരിക്കുന്ന രാഹുൽ ഗാന്ധി ചെയ്തതാ നമ്മുടെ 7 വിമാനം വീണത്. ലോകത്താരും അംഗീകരിക്കുന്നില്ല, അങ്ങനെ സംഭവിച്ചിട്ടുമില്ല. അപ്പം ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ. അപ്പം ശശി തരൂരിനെ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്ന് മാറ്റാനോ ശശി തരൂരിൻ്റെ സംഘടനാ വിരുദ്ധ പ്രവർത്തനം എന്ന് പറഞ്ഞ് നടപടിയെടുക്കാനോ സാധിക്കാത്ത ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, ശശി തരൂർ നടപടി ശരിയായ കോൺഗ്രസ് ഇങ്ങനെ ആവണം എന്ന് ശശി തരൂർ പറഞ്ഞതുകൊണ്ട് പുറത്താക്കി എന്നുള്ള രീതി വരും. അതുകൊണ്ട് ഇവർക്ക് പുറത്താക്കാൻ പറ്റത്തില്ല സാറേ. പല കാര്യങ്ങളും വെല്ലുവിളിച്ച് നിൽക്കുമ്പോഴും ശശി തരൂരിനെ പുറത്താക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ശശി തരൂർ അതുപോലത്തെ ഉള്ളൊരു ഫിഗറാണ്. ഞാൻ പുറത്തു പോകുന്നില്ല, ഞാൻ കോൺഗ്രസ്സുകാരനാണ്, കോൺഗ്രസ് ഇങ്ങനെ ആയിരുന്നില്ല, കോൺഗ്രസിൻ്റെ ഐഡിയോളജി ഇങ്ങനെയല്ല, ഇങ്ങനെ ആയാൽ കോൺഗ്രസ് കേരളത്തിലും ഇന്ത്യയിലും ഉണ്ടാകത്തില്ല എന്ന് പറയുന്നത് കൊണ്ട് എന്നെ പുറത്താക്കി എന്ന് പറഞ്ഞാൽ അയാൾ ആരാവും? മനസ്സിലാവുന്നില്ല. ഇത് തന്നെ ബി.ജെ.പിയുടെ രാഷ്ട്രീയം. ബി.ജെ.പി ഉദ്ദേശിക്കുന്നത് തന്നെ. ഈ ശശി തരൂരിന് ബി.ജെ.പിക്ക് അത് വന്നു വെച്ചു, ഈ പറയുന്ന വാല്യൂ കിട്ടുമോ? അതേസമയം ബി.ജെ.പിക്കാർ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയം ഈ ശശി തരൂരിനെ കോൺഗ്രസിന്റെ ഭാഗമായിട്ട് നിർത്തുന്നു. കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് നിസ്സാരമല്ലല്ലോ. കോൺഗ്രസ് പ്രസിഡന്റ് കഴിഞ്ഞാൽ അടുത്ത വലിയ പോസ്റ്റാ. ആ വർക്കിംഗ് കമ്മിറ്റി അംഗം കോൺഗ്രസിന്റെ കുറ്റങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ കോൺഗ്രസ് ചെയ്യുന്ന കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ ബി.ജെ.പിക്കാരൻ പറയുമ്പോൾ അത് കോൺഗ്രസ് ആയതുകൊണ്ട് പറയുന്നു എന്ന് വരും. പക്ഷേ ശശി തരൂർ കോൺഗ്രസ് അകത്ത് നിന്നുകൊണ്ട് കോൺഗ്രസിനെ പറ്റി കുറ്റം പറയുമ്പോൾ ബി.ജെ.പി പറയത്തില്ല, ആണ് ഞങ്ങൾ പറഞ്ഞ ഇന്ത്യ പറയുന്നത്, ഇതൊക്കെ ശരിയല്ലേ, അയാൾ നിങ്ങൾ വിചാരിക്കുന്ന പോലുള്ള ആളല്ലല്ലോ, നിസ്സാര ഫിഗർ അല്ലല്ലോ ഇദ്ദേഹം. നമ്മുടെ UN ഉൾപ്പെടെയുള്ള സെക്രട്ടറി ആയിട്ടൊക്കെ മത്സരിച്ചല്ലേ, അന്താരാഷ്ട്ര ഫിഗറല്ലേ, ലോകം അറിയാവുന്ന ആളല്ലേ, പുള്ളി പറയുന്നുണ്ടല്ലോ, ഇത് തന്നെയല്ലേ ഞങ്ങളും പറയുന്നത്. അപ്പം ആ രീതിയിലേക്ക് വരും. ഇപ്പം ഇവിടെ പറ്റിയേക്കുന്നതാ. ഇപ്പം ഏറ്റവും അവസാനം ഇവിടെ ശശി തരൂർ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ കേരള രാഷ്ട്രീയം. ശശി തരൂരിന് മനസ്സിലായി എങ്ങനെ വന്നാലും കേരളത്തിൽ എന്നെ തൊടിയിക്കത്തില്ല. അപ്പം ശശി തരൂരിന് ഇവിടെ മുസ്ലിം ലീഗിൻ്റെ ഇടയ്ക്കൊക്കെ വലിയ സാന്നിധ്യം. മുസ്ലിം ലീഗിനും അറിയാം സാറേ, ഈ ശശി തരൂർ വന്നാലൊരു ഗുണമെന്ന് പറഞ്ഞാൽ കേരളത്തിലൊരു നല്ല ഫിഗർ തന്നെ. അയാൾക്ക് എത്ര ജനത്തിനിടയ്ക്ക് കൊള്ളാമെന്ന് പറയുന്ന ഒരാളുണ്ട്. ഇപ്പം ഇരിക്കുന്ന 16 മുഖ്യമന്ത്രിമാരെ ആയിട്ട് ആവാനിരിക്കുന്നവരെക്കാട്ടും മുഖ്യമന്ത്രി കാൻഡിഡേറ്റായിട്ട് വന്നാൽ ഒരുപക്ഷെ ഏറ്റവും വലിയ ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗിന് ഉൾപ്പെടെ താല്പര്യം. കാരണം ഫിഗർ അതൊരു വല്ലാത്ത കാര്യം. ഒരു ഫിഗർ എന്ന് പറഞ്ഞാൽ ഒരു ഇമേജ് വല്ലാത്തൊരു ആ ഇമേജ് ആക്കിയിട്ട് അപ്പോൾ ഇപ്പം കൊണ്ടുവന്ന് ഒന്നും അനങ്ങാൻ ശശി ഞാൻ കേരള രാഷ്ട്രീയത്തിലേക്കേ ഇല്ല, ഞാൻ ഈ പണിക്കേ ഇല്ല, ഞാൻ കേരളത്തെ നോക്കുന്നേ ഇല്ല, ഞാൻ മത്സരിക്കുന്നേ ഇല്ല. എംപേരാൻ പറഞ്ഞു കേരളത്തിൽ ജയിക്കണമെങ്കിൽ ശശി തരൂരിനെ പോലുള്ളവർ വരുന്നത് നല്ലതായിരിക്കും, ഈസിയായിട്ട് അധികാരത്തിൽ വരുന്നതിന് നല്ല. അതുപോലെ എംപിമാരായിട്ടുള്ളവർ ഉള്ളവർ മത്സരിക്കുന്നതിന് എന്താ കുഴപ്പം? ജയിക്കുന്നവർ മത്സരിക്കണ്ടേ എന്നുള്ള രീതിയിലേക്ക് ഒരു വർത്തമാനം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ യാതൊരു കാരണവശാലും അംഗീകരിക്കത്തില്ല.
അപ്പോൾ ഇതിനകത്ത് കോൺഗ്രസ്, ഇതിനകത്ത് രാഘവൻ ഉദ്ദേശിക്കുന്ന പറയാം, രാഘവനൊക്കെ ഇപ്പം വലിയ റോളൊന്നുമില്ല, എം പി എന്നുള്ള റോളേ ഉള്ളൂ. അപ്പം ഇദ്ദേഹം ഈ പറയുന്ന പോലെ കോൺഗ്രസ് ഇത് വല്ലാതെ ഈ 2026 അധികാരത്തിൽ വരുന്ന എന്നുള്ള ശ്രമമാണ്. അപ്പോൾ ഇത് എങ്ങനെയും ഒന്ന് ഒരുക്കി കാര്യങ്ങൾ നടത്താപ്പി കൊണ്ടുവരാൻ വരുമ്പം ഇതിനകത്ത് റോളില്ലാത്ത ആളാണ് ശശി തരൂർ. അപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുവന്നാൽ ജയിക്കും, അല്ലെങ്കിൽ എം പിമാർ വന്നാൽ ജയിക്കുന്നവരുണ്ടാവണ്ടേ, അധികാരത്തിൽ വരണ്ടേ എന്നുള്ള രീതിയിലൊക്കെ ഒരു സംസാരം കൊണ്ടുവരും. പണ്ട് ഇതിന് സമാനമായിട്ടുള്ളൊരു കഥയുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു കാര്യം ഒരുക്കിക്കൊണ്ട് വരുമ്പോൾ പാൽപ്പായസം വെക്കുന്നതിനകത്ത് ചില പല്ലിക്കാട്ട് ഇട്ട് കഴിഞ്ഞാൽ തീർന്നില്ലേ എന്ന് പറഞ്ഞാൽ ഇത് ഒരുക്കിക്കൊണ്ട് വരുമോ, വലിയ പാടുപെട്ട് എങ്ങനെ ഒരു അധികാരത്തിൽ വരാൻ ഒരുക്കിക്കൊണ്ട് വരുമ്പോൾ ഇതിനകത്തൊരു കുഴപ്പം കാണും. ഇതിനൊരു ഉദാഹരണം, ഒരു പുരാണത്തിലൊരു ഉദാഹരണമുണ്ട്. കാരണം ഏറ്റവും വലിയ കക്ഷിയാണെന്ന് രാവണനാണെന്ന് തോന്നുന്നു. രാവണൻ്റെ ഭാര്യ പ്രസവിക്കാൻ വേണ്ടി, അപ്പം കുഞ്ഞുങ്ങളുണ്ടാകുന്നത് ഏറ്റവും നല്ല ഗ്രഹനില ഉണ്ടാകുന്ന, അല്ലെങ്കിൽ നല്ല സമയത്ത് ജനിക്കുമെന്നൊക്കെ പറയത്തില്ല. നമ്മുടെ ഹിന്ദുക്കളുടെ ഒരു വിശ്വാസം അനുസരിച്ച് ഗ്രഹങ്ങളെല്ലാം അതിൻ്റെ കൃത്യം സ്ഥലത്ത് നിന്നാൽ അവൻ ഉച്ചസ്ഥായിലെത്തും, അല്ലെങ്കിൽ അവനെ മറികടക്കാൻ ആരും ഉണ്ടാകും. അപ്പോൾ 9 ഗ്രഹങ്ങളെയും പുള്ളിയുടെ ഇത് വെച്ചിട്ട് രാവണൻ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന ആളല്ല, പുള്ളിയുടെ ബലം വെച്ചിട്ട് 9 ഗ്രഹങ്ങളെ പിടിച്ച് കൃത്യ സ്ഥലത്ത് കെട്ടിയിട്ടിട്ട് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രസവിക്കുന്ന സമയത്ത് ഈ ശനി ഉണ്ടല്ലോ, ശനി കെട്ടിയിട്ടേക്കില്ല, ശനി കാലം അങ്ങോട്ട് നീട്ടിക്കൊടുത്തു. അപ്പൊ മൊത്തം തെറ്റി എന്ന് പറഞ്ഞാൽ എല്ലാം തെറ്റി. ഈ 2026 അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം ഇങ്ങനെ നടത്തിക്കൊണ്ട് വരും. ആ സമയത്ത് ഞങ്ങളെന്താ ഇതിനകത്തില്ല, അങ്ങനെ അങ്ങ് അധികാരത്തിൽ വരണ്ട, ഒരു കല്ലേടി കിടക്കട്ടെന്ന് പറഞ്ഞ് ശശി തരൂരിനെ കൊണ്ടുവന്ന് അവതരിപ്പിച്ചുകൊണ്ട് ശശി തരൂർ ഞാനൊന്നും അറിയുന്നില്ല, എനിക്കൊന്നും അറിയത്തില്ല, എനിക്കിതിനകത്ത് താല്പര്യമില്ല എന്നുള്ള രീതി ശശി തരൂർ നിൽക്കുകയാണ്. അപ്പോൾ അതാണ് ഇതിനകത്തൊരു കാര്യമായിട്ട് വരുന്നത്. അതായത് ശശി തരൂർ ഈ പറയുന്നത് പോലെ തിരുവനന്തപുരത്ത് BJP വന്ന് പറഞ്ഞു വികസനം ജനം ആഗ്രഹിക്കുന്നത്, അതായത് എന്തോ അതിൻ്റെ അർത്ഥം, അവിടെ ഈ BJP പറഞ്ഞാണ് ഇത് തന്നെയല്ലേ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രാഘവൻ ഉദ്ദേശിക്കുന്നത് നാളെക്കാലത്ത് ഇപ്പം BJPക്കകത്ത് അടങ്കൽ പോയില്ലേ, ബീഹാറിൽ പോയാൽ വന്നിട്ട്, അല്ലെങ്കിൽ ഇതിനകത്ത് നാളെക്കാലത്തെ ഒരു പോക്ക്, അല്ലെങ്കിൽ അത് എല്ലാം തകർത്തൊരു പോക്കിന് വേണ്ടിയുള്ളൊരു ശ്രമമാണ്. എനിക്കറിയത്തില്ല. നമുക്ക് കോൺഗ്രസിന്റെ നീക്കങ്ങൾ നമുക്കങ്ങനെ വിലയിരുത്താൻ പറ്റില്ല, അൺപ്രഡിക്റ്റബിൾ എന്ന് പറയുന്നവരെ. അപ്പോൾ നേരത്തെ ഈ BJPയുടെ ഒരു പരസ്യം ഉണ്ടായിരുന്നല്ലേ, ഇൻക്രെഡിബിൾ ഇന്ത്യ എന്ന്. ഇത് ഇൻക്രെഡിബിൾ ആണ്. ഒരിക്കലും നമുക്ക് അവരെ വിശ്വസിക്കാൻ പറ്റില്ല, എന്തൊക്കെയാണ് അവർ ഇതിനകത്ത് വരുത്തിക്കൂട്ടിയെന്ന്. ആത്യന്തികമായി ഇവരെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പദമാണ്. ആ മുഖ്യമന്ത്രി പദത്തിലേക്ക് ആര് വരണം എന്നതിൻ്റെ തർക്കമാണ് ഇതിൻ്റെ ഒരു അന്തർധാര ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നതിൽ. അതായത് കോൺഗ്രസ് ജയിച്ചു എന്ന നിലക്കാണ് ഇപ്പോൾ UDFും സംഘമൊക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ ജയിച്ചു കഴിഞ്ഞ് മുഖ്യമന്ത്രി വേണ്ടേ, ആ മുഖ്യമന്ത്രി ശശി തരൂരാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് MK രാഘവൻ ഇങ്ങനെ ഒരു പ്രസ്താവനയുമായി ഇപ്പോൾ യഥാർത്ഥത്തിൽ വന്നിരിക്കുന്നത്. കാരണം ഏറ്റവും സ്വീകാര്യനായിട്ടുള്ളത് ശശി തരൂർ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ശശി തരൂരിനെ പതുക്കെ ഉന്തിക്കൊണ്ട് നടക്കാം എന്നതാണ് രാഘവൻ്റെ ഒരു കാഴ്ചപ്പാട്. രാഘവൻ്റെ കാഴ്ചപ്പാട് മാത്രമല്ല, നേരത്തെയും ഈ വിഷയം വന്ന സമയത്ത് രാഘവനെ അടക്കമുള്ള ഒരുപാട് ആളുകൾ ശശി തരൂരിൻ്റെ ഒരു ശൃംഖല നിർമ്മിക്കുകയും, അന്ന് എനിക്ക് തോന്നുന്നത് NSSന്റെ പിന്തുണ, മുസ്ലിം ലീഗിന്റെ പിന്തുണ, പിന്നെ അതേപോലെ തന്നെ എന്താണ് മെത്രാന്മാരുടെ പിന്തുണ എല്ലാവരും. കാരണം അന്നാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഡൽഹി നായർ എന്ന ചർച്ച കേട്ടത്. കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിയാവാൻ ഡൽഹി നായരാണ് ഏറ്റവും യോഗ്യൻ എന്നുള്ള നിലയ്ക്ക്. തറവാടി നായരാണ് അത് എന്നുള്ളതാണ്, അങ്ങനെയാണുള്ളത്. അപ്പോൾ അതിന്റെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ ഈ ആരംഭിക്കുകയും അതുപോലെ തന്നെ നാളെയൊക്കെ വളരെ നല്ല രീതിയിലുള്ള ചർച്ചകളിലേക്കൊക്കെ ഇത് ഉയർന്നു വരാനുള്ള സാധ്യതയാണ്. നമ്മളെ കൊണ്ട് തന്നെ ചർച്ച ചെയ്യിപ്പിക്കുന്നതും ഈ രാഘവന്റെ ഈ ഒരു എന്താണ് കഴിവാണ് ശരിക്കും. രാഘവൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ സോഷ്യൽ മീഡിയ ഇപ്പോൾ ഏറ്റെടുക്കും. സോഷ്യൽ മീഡിയ ഏറ്റെടുക്കാൻ പറ്റുന്ന രീതിയിൽ ആ വിഷയം അദ്ദേഹം പ്രസന്റ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പക്ഷെ ശശി തരൂരിനെ ഒരിക്കലും കോൺഗ്രസിന് ശരിയായ രീതിയിൽ വിലയിരുത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. കോൺഗ്രസിൻ്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച ഭരണം BJPയുടേതാണെന്നും ഏറ്റവും മികച്ച വികസനം BJPയുടേതാണെന്നും അദ്ദേഹം പലവട്ടം പറഞ്ഞു. അതുപോലെ തന്നെ നമുക്കറിയാം, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഇന്ത്യയുടെ പൊസിഷൻ ലോകത്ത് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നതിനും വിശദീകരിച്ചു കൊടുക്കുന്നതിനും വേണ്ടി കോൺഗ്രസിൽ നിന്ന് BJP തിരഞ്ഞെടുത്തത് ശശി തരൂർ. അദ്ദേഹം അത് കൃത്യമായിട്ട് പാലിച്ചു. പക്ഷെ കോൺഗ്രസ്സുകാർ ശശി തരൂരിന്റെ പേര് കൊടുത്തു. ഇദ്ദേഹം എല്ലാ സ്ഥലത്തും പോവുകയും ആ സമയത്തൊരു കാര്യം അദ്ദേഹം പറഞ്ഞു, രാഷ്ട്രീയമല്ല വലുത്, രാഷ്ട്രമാണ് എന്നത്. ചുമരുണ്ടെങ്കിലേ നമുക്ക് ചിത്രം എഴുതാൻ പറ്റും. അപ്പൊ നമുക്ക് ആദ്യം ചുവര് നിർമ്മിക്കാം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ആ പര്യടനമൊക്കെ നടത്തുകയും എല്ലാ സ്ഥലത്തും ഗംഭീരമായിട്ട് ഇന്ത്യയുടെ ദൗത്യം പൂർത്തീകരിക്കുകയൊക്കെ ചെയ്തു എന്നുള്ളത് ശരിയാണ്.
നേരത്തെ പ്രശാന്ത് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കോൺഗ്രസിന് ഇദ്ദേഹത്തെ പുറത്താക്കാൻ പറ്റില്ല. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് നിങ്ങൾ പുറത്താക്കിയത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം സത്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ ഒരാളെ പുറത്താക്കിയോ എന്ന് ചോദ്യം ചോദിക്കേണ്ടി വരും. അത് മാത്രമല്ല, കോൺഗ്രസ് അത്തരത്തിലുള്ള ഒരാളെ എന്നുവെച്ചാൽ കോൺഗ്രസിന്റെ പ്രവർത്തകരെ നേതാക്കളെ ഒക്കെ പരിശോധിക്കുന്ന സമയത്ത് അതിൽ വളരെ മികച്ച പൊസിഷനാണ് ശശി തരൂർ പല കാരണങ്ങൾ കൊണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇന്ത്യ എന്ന് പറയുന്നതും അതേപോലെ ഹിന്ദു എന്ന് പറയുന്നതൊക്കെ ബ്ലെൻഡഡ് ആണ്. വൈ ഐ ആം എ ഹിന്ദു എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേരാണ്. അതിൽ കൃത്യമായിട്ട് അദ്ദേഹം എന്തുകൊണ്ട് ഞാൻ ഇന്ത്യക്കാരനായിരിക്കുന്നതെന്നും എന്തുകൊണ്ടാണ് ഞാൻ ഹിന്ദുവായിട്ട് പ്രവർത്തിക്കുന്നതെന്നും വളരെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹം. ആ വിശദീകരണത്തിൻ്റെ പുറത്തു നിന്നുള്ള പ്രഭാഷണങ്ങളും ചർച്ചകളും സന്ദേശങ്ങളൊക്കെയാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അടിയന്തരാവസ്ഥയെ അദ്ദേഹം എതിർത്തിരുന്നു. ഇന്ദിരാഗാന്ധിക്കെതിരായിട്ട് അദ്ദേഹം ഇടക്ക് സംസാരിച്ചിരുന്നു. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു സാഹിത്യകാരൻ എന്ന നിലക്കും സാംസ്കാരിക പ്രവർത്തനം എന്ന നിലക്കും രാഷ്ട്രീയ നേതാവ് എന്ന നിലക്കും അതേപോലെ തന്നെ ലോകത്തുള്ള എല്ലാ രാഷ്ട്രങ്ങളും അഭിസംബോധന ചെയ്യാൻ കഴിയുന്ന ഒരു ദേശീയ പൗരൻ അല്ലെങ്കിൽ വിശ്വപൗരൻ എന്ന നിലക്കുമൊക്കെയുള്ള രീതിയിലുള്ള ഇടപെടലുകളൊക്കെ. ഇങ്ങനെയുള്ള ഒരാളെ കോൺഗ്രസ് പുറത്താക്കി കഴിഞ്ഞാൽ നഷ്ടം കോൺഗ്രസിനാണ്. അതുകൊണ്ട് കോൺഗ്രസ് കരുതുന്നത് എന്ത് വേണമെങ്കിലും ചെയ്തോ പറഞ്ഞോ. സാറിന്റെ ഒരു കാര്യത്തിനകത്ത് എനിക്ക് നഷ്ടം കോൺഗ്രസിനല്ല, നിവർത്തികെട്ട കോൺഗ്രസ്. പുറത്താക്കിയാൽ ഇതാണോ കോൺഗ്രസ് എന്നുള്ള ചോദ്യം വരും. കാരണം ഇത്തരത്തിൽ ഒരു ഹൈ പ്രൊഫൈലുള്ള ആൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ ന്യായം പറയുന്ന ആൾ, രാജ്യത്തിന് വേണ്ടി നിൽക്കുന്നുള്ള അങ്ങനെ ഒരാളിനെ അല്ലേ നിങ്ങൾക്ക് ആവശ്യം? അതല്ലേ കോൺഗ്രസ് എന്ന് നിങ്ങൾ പറയുന്നത്. അപ്പോൾ അയാളെ പുറത്താക്കുക, അതാണ് ശശിധരന്റെ ബലവും. മനസ്സിലാവുന്നുണ്ട്. കോൺഗ്രസ് അത് VS മാഷ് പറഞ്ഞതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസിന് പുറത്താക്കാൻ പറ്റത്തില്ല. ഇല്ല, പാണ്ഡ്യാമണിന്റെ അത് പോട്ടെ, ഈ കഥ ഇനിയും പറയുന്നില്ല. പാണ്ഡ്യാമണിന്റെ അവസ്ഥയാണ് കോൺഗ്രസ്. എന്തായാലും നോക്കാം. ശരി.